ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കട്ട്ലറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കിഴങ്ങ് നമ്മൾ ഓൾറെഡി കുക്കറിലിട്ട് 2 വിസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നല്ലപോലെ വെന്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി, ഇവിടെ കിട്ടുന്ന ചിക്കനിൽ സ്കിന്നോടെയാണ് വരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ സ്കിന്നൊക്കെ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് ആ കുക്കറിൽ തന്നെ നമ്മൾ ഇടുവാണ്. എന്നിട്ട് ആ കുക്കറിൽ നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് ചിക്കനിൽ നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് അതൊന്ന് ഒരു 2 to 3 വിസിലടിക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കുക്കറിൻ്റെ അകത്ത് തന്നെ നമ്മൾ നേരത്തെ വിസിലടിച്ച് വെച്ചിരുന്ന പൊട്ടാറ്റോ ഉണ്ട്. അത് നേരത്തെ വെന്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. 2 to 3 വിസിൽ ഇനി ഒന്നുകൂടെ അടിക്കുമ്പോഴത്തേക്കിനും പൊട്ടാറ്റോ ഒക്കെ നല്ല വെൽ കുക്ക്ഡായിരിക്കും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇതെല്ലാം നമുക്ക് റെഡിയാക്കി നന്നായി കഴുകി കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് എടുത്ത് വെക്കാം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. ശരിക്കും ഇതിന് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതെല്ലാം ചോപ്പറിലിട്ട് 2 പ്രാവശ്യം ഒന്ന് ചോപ്പ് ചെയ്താൽ തീരാവുന്ന ഇതേ ഉള്ളൂ. ഇത് പിന്നെ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇവിടെ നമുക്കാകെ 3 പച്ചമുളകിനെ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം അതിന് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിലും പെപ്പർ പൗഡറും ഗരം മസാലയുമാണ്. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ബാക്കിയെല്ലാം ചോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ മാറിയെന്ന് നോക്കിയിട്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് ചിക്കനൊക്കെ നല്ലപോലെ വെന്തോന്നൊന്ന് ഫോക്ക് വെച്ചിട്ട് നോക്കുക. എല്ലാം നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതെല്ലാം വേറെ പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ പൊട്ടാറ്റോയുടെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കനെല്ലാം അതിൻ്റെ ബോണിൽ നിന്ന് അതിൻ്റെ ചിക്കൻ്റെ മാംസം എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് കഴിവതും നമുക്ക് ചെറിയ പീസസ് ആക്കി എടുക്കാൻ നോക്കണം. അടുത്തതായി നമ്മൾ മാറ്റി വെച്ച പൊട്ടാറ്റോ നമ്മൾ മാഷ് ചെയ്തെടുക്കുകയാണ്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. നല്ല വെൽ കുക്ക്ഡ് ആണെങ്കിൽ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പാൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഓയിൽ എടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മുടെ പാനിലേക്ക് നമുക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക്കും പിന്നെ നമ്മുടെ കറി ലീഫും കൂടെ വെച്ചിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് വെക്കാം. ആ ജിഞ്ചർ ഗാർലിക് ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ ഗ്രീൻ ചില്ലി ഇട്ടിട്ട് അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഉള്ളി നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടണം. നമുക്ക് ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അതിൽ ഉള്ളി ഒന്ന് ചെറുതായി വാടി വരും. കളർ ഒന്ന് ഇച്ചിരി മാറുമ്പോഴത്തേക്കിനും എടുത്തു വെച്ചിരിക്കുന്ന പെപ്പർ പൗഡറും ഗരം മസാല നമുക്ക് ആഡ് ചെയ്യാം. ഇത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പെപ്പർ പൗഡർ യൂസ് ചെയ്യാം. ഒരുപാട് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുപാട് ചേർക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ എടുത്ത് ഇതിലിട്ടിട്ട് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും ചിക്കൻ കുറച്ചും കൂടെ ഇതിൽ നിന്നിട്ട് വേവുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ചുകൂടെ ചിക്കൻ ചെറിയ പീസസ് ആക്കാം അതിൽ തന്നെ. പിന്നെ ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ എരിവ് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തു. പിന്നെ സോൾട്ടും വേണ്ടി വന്നു. അപ്പം നമ്മളിതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് സോൾട്ട് ആവശ്യത്തിനുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ എന്താണ് കുറവ് അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ പൊട്ടാറ്റോ ആഡ് ചെയ്യും. പൊട്ടാറ്റോ ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ നമ്മളുടെ ഫ്ലെയിം ഓഫ് ചെയ്യും. അല്ലെങ്കിൽ പൊട്ടാറ്റോ ഒരുപാട് ഓവർ കുക്കായി പോകും. അപ്പം പിന്നെ നമുക്ക് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊട്ടാറ്റോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യും. എന്നിട്ട് ഞാൻ വീണ്ടും അതിൽ സോൾട്ട് ഉണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇല്ലെങ്കിൽ നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഫില്ലിങ്സ് റെഡിയായി കഴിഞ്ഞ് ഇനി അടുത്തതായി നമ്മൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കോട്ടിംഗ് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബ്രെഡ് എടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രൗൺ ബ്രെഡാണ് ഈ തവണ. വൈറ്റ് ബ്രെഡാണ് കുറച്ചുകൂടെ നല്ലത്.
പിന്നെ ബ്രൗൺ ബ്രെഡ് ഇച്ചിരി ഹെൽത്തി ഓപ്ഷൻ ആയതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്തേ ഉള്ളൂ. അതിലേക്ക് ഞാനൊരു 3 മുട്ടയാണ് എടുത്തത്. അതിലാവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കോട്ടിംഗ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ ബ്രെഡൊക്കെ നമ്മൾ പൗഡറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളുടെ ചിക്കൻ്റെ ഫില്ലിങ്സ് കൂളാവുമ്പോഴത്തേക്കിനും നമുക്ക് ബോൾസാക്കി മാറ്റി വെക്കാം. അതിനുശേഷം കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് കട്ട്ലറ്റ് ഇസ് റെഡി. ഇനി ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. അങ്ങനെ ഞാനിവിടെ കുറച്ച് കട്ട്ലറ്റ് എടുത്ത് കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാനിൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട്, ഇതിലും കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് നോക്കും ഓയിൽ നല്ലപോലെ ചൂടായോന്ന്. അതിന് ശേഷം ഞാൻ കട്ട്ലറ്റ് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഡീപ്പ് ഫ്രൈ ആണ്. നമ്മൾ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ 2 സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്ത് കിട്ടും. എപ്പോഴും ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. സംഭവം വളരെ നല്ലതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയുമായിരുന്നു. കട്ട്ലറ്റ് താണ്ട് ഇവിടെ റെഡിയായിരിക്കുന്നു. നല്ല മുരിഞ്ഞ കട്ട്ലറ്റ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് വീട്ടിലുണ്ട്, അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകിന് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക ഇതെങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഓക്കെ, ബായ്. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും ഹെൽപ്പ് വേണം. താങ്ക് യു.